ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ മൂന്നാമത്തെ സെഷനാണ് പഠിക്കുന്നത്. മൂന്നാമത്തെ സെഷനിലെ ഗ്യാമീറ്റോജനസിസ് ആണ് പഠിക്കുന്നത് കേട്ടോ. ഗ്യാമീറ്റോജനസിസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്യാമീറ്റ് ഫോർമേഷൻ ആണ്. ഗ്യാമീറ്റ് എന്താണ്? സ്പേമും ഓവവും ആണ് ഗ്യാമീറ്റ് അല്ലെ. അതായത് സെക്സ് സെൽസ് ഗ്യാമീറ്റ്, that is male gamete is sperm and female gamete is ovum. Male gamete is produced inside the male organism, female gamete is produced in female organism. അതും പ്രൈമറി സെക്സ് ഓർഗനിലാണ് ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് പ്രൈമറി സെക്സ് ഓർഗൻ ടെസ്റ്റിസ്, മെയിലില് ടെസ്റ്റിസ് ആണ് പ്രൈമറി സെക്സ് ഓർഗൻ. അതേപോലെ ഓവറി ആണ് ഫീമെയിലിലെ പ്രൈമറി സെക്സ് ഓർഗൻ. അപ്പൊ ടെസ്റ്റിസിലും ഓവറിയിലുമാണ് ഗ്യാമീറ്റ്സ് ആയിട്ടുള്ള സ്പേംസും ഓവും പ്രൊഡ്യൂസ് ചെയ്യുന്നത് റെസ്പെക്റ്റീവ്ലി. എന്ന് പറഞ്ഞാൽ മെയിലിലെ ടെസ്റ്റിസിലും ഫീമെയിലിലെ ഓവറിയിലുമാണ് സ്പേമും ഓവും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സിന് ദ ഫോർമേഷൻ ഓഫ് ദി സ്പേം ആൻഡ് ഓവം, അതിനെയാണ് ഗ്യാമീറ്റോജനസിസ് അല്ലെങ്കിൽ ഗ്യാമീറ്റ് ഫോർമേഷൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗ്യാമീറ്റോജനസിസ്. ടെസ്റ്റിസില് ഇമ്മച്വർ മെയിൽ ജേം സെൽസ് ഉണ്ട്. അത് കാണുന്നത് സെമിനിഫറസ് ട്യൂബ്യൂളിനെ ലൈൻ ചെയ്തിട്ടാണ്. അതായത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിലാണ് എന്ത് കാണുന്നത്? ദ ഇമ്മച്വർ മെയിൽ ജേം സെൽസ്. ആ ഇമ്മച്വർ മെയിൽ ജേം സെൽസ് ആണ് സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ കേട്ടോ. ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ആ ട്യൂബ്യൂളിന്റെ ഒരു ഭിത്തിയാണ് ദാ ഈ കാണിച്ചിട്ടുള്ളത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് എന്തുണ്ട്? സ്പെർമാറ്റോഗോണിയം ഉണ്ട്. സ്പെർമാറ്റോഗോണിയം എന്താണ്? ഇമ്മച്വർ മെയിൽ ജേം സെൽസ് ആണ്. ഇതാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ ഗ്യാമീറ്റോജനസിസ് അല്ലെങ്കിൽ സ്പെർമാറ്റോജനസിസ്. ഇത് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെർമാറ്റോജനസിസ് എന്ന പ്രോസസ് കൊണ്ടാണ്, എന്ന പ്രോസസ് വഴിയാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരാൾ പ്യൂബർട്ടി എത്തുമ്പോഴാണ്. ഒരു വ്യക്തി പ്യൂബർട്ടി എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തി റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ, ടീനേജ് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിന്റെ ഫലമായിട്ടാണ് സ്പെർമാറ്റോഗോണിയൽ സെൽസിന്റെ നമ്പർ കൂടുകയും സ്പെർമാറ്റോജനസിസ് എന്ന പ്രോസസ് വഴി ടെസ്റ്റിസിന്റെ ഉള്ളിൽ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ സ്പെർമാറ്റോഗോണിയ, അതിന്റെ സിംഗുലർ സ്പെർമാറ്റോഗോണിയം ആണ് കേട്ടോ. അത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഇൻസൈഡ് വോളിനാണ് കാണുന്നത്. അത് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി അതിന്റെ നമ്പർ കൂട്ടും. എപ്പോഴാണെന്നറിയോ? പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ. അതായത് പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഗൊണാഡോട്രോപ്പിൻസിന്റെ പ്രസൻസിൽ, അതായത് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ് ഉണ്ടല്ലോ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടിനൈസിംഗ് ഹോർമോണും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ സ്പെർമാറ്റോഗോണിയൽ സെൽസ് അതിന്റെ നമ്പർ കൂട്ടും ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ. മൈറ്റോട്ടിക് ഡിവിഷൻ വഴി കുറേ നമ്പർ സ്പെർമാറ്റോഗോണിയം പ്രൊഡ്യൂസ് ചെയ്യും. ഓരോ സ്പെർമാറ്റോഗോണിയം ഡിപ്ലോയിഡ് നേച്ചർ ഉള്ളതാ. കാരണം എന്താ? നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്ന സെൽസ് എല്ലാം ഡിപ്ലോയിഡ് സെൽസ് ആണ്. ആ സെല്ലില് ആ സെല്ലുകളില് ഒരു തരത്തിലുള്ള സെല്ലാണ് സ്പെർമാറ്റോഗോണിയം എന്ന് പറയുന്നത്. അത് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പെർമാറ്റോഗോണിയം ഓൾറെഡി ഡിപ്ലോയിഡ് ആണ്. അതൊരു നോർമൽ സെക്സ് സെല്ലാന്ന് മാത്രമേ ഉള്ളൂ. അതൊരു നോർമൽ സെല്ലാണ് അല്ലെ, നമ്മുടെ ബോഡിയിൽ സാധാരണ കാണുന്ന ഒരു സെല്ലാണ്. ടെസ്റ്റിസിന്റെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് അത് സെക്സ് സെല്ലാണ്, അല്ലെങ്കിൽ സ്പേം ഉണ്ടാവാൻ പോകുന്ന സെല്ലാണ്. അതും ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. അപ്പൊ അത് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് അതിന്റെ നമ്പർ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ പ്ലോയിഡി വന്നിട്ട് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. അതിനകത്ത് 46 ക്രോമസോംസ് ഉണ്ടാവും. അതായത് 23 പെയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള 46 ക്രോമസോംസ് ഉണ്ടാവും. ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത ഈ നമ്പർ ഓഫ് സ്പെർമാറ്റോഗോണിയയില് കുറെ എണ്ണം പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെടും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇപ്പൊ കുറച്ച് നല്ല സെൽസ്, സ്പെർമാറ്റോഗോണിയൽ സെൽസ് കുറേ ഉണ്ട്. ഇപ്പോ ഇതിനകത്ത് കുറച്ച് നല്ല സെൽസ് നോക്കിയിട്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് സെലക്ട് ചെയ്യും. കാരണം അവര് സ്പേം ആവാൻ സെലക്ട് ചെയ്യപ്പെട്ട സെൽസ് ആണ് എന്ന് പറഞ്ഞാൽ ആ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അതാണ് ഇനി ഡിവിഷൻ നടന്നിട്ട് സ്പെർമാറ്റിഡ് അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം ആയിട്ട് മാറുന്നത് കേട്ടോ. സ്പെർമാറ്റിഡ് അല്ല, സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേമായിട്ട് മാറുന്നത്. അപ്പോൾ ചില സ്പെർമാറ്റോഗോണിയൽ സെൽസ് നമ്മൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയും. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് സ്പെർമാറ്റോഗോണിയയുടെ ഉള്ളിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യപ്പെടുന്ന സെൽസ് ആണ്. അതാണ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. ഈ മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഇതിന്റെ പ്ലോയിഡി വന്നിട്ട് 2n കണ്ടീഷനാണ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത്, ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ ആണ് അല്ലെ.
ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിൽ എന്താ സംഭവിക്കുന്നത്? ആ ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആയിട്ട് സെല്ല് രണ്ടെണ്ണായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ സെല്ലിലും ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഒരു ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിവൈഡ് ചെയ്ത് ഡിപ്ലോയിഡ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിവൈഡ് ചെയ്ത് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്ന കാണാം. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറി. ഇനി ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടത്തും. സെക്കൻഡ് സി ഹിയർ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അതിന്റെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്ന് രണ്ട് ഈക്വൽ ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാക്കും. അതിന് നമ്മൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയും. അതിനകത്ത് 23 ക്രോമസോം ഉള്ള ഓരോന്നിലും. കാരണം എന്താ? ആ പെയർ ഓരോന്നിന്റെയും പെയർ ഗോട്ട് സെപ്പറേറ്റഡ്, എന്നിട്ട് അത് ഹാപ്ലോയിഡ് ആയിട്ട് മാറി. അപ്പോൾ 46 ക്രോമസോം എന്നുള്ളത് 23 ക്രോമസോമായി. ഇനി സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 4 ഈക്വൽ ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ് ആയിട്ട് മാറി. സെക്കൻഡ് മിയോസിസ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വലന്റ് ടു മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് അല്ലെ. സെക്കൻഡ് മിയോസിസ് നടന്നിട്ട് അത് എന്തായിട്ട് മാറി? 4 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറി. 4 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറി. സോ ദീസ് ആർ spermatids. ഓക്കെ, ഈ സ്പെർമാറ്റിഡ്സിൽ ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം ആണ് ഉള്ളത്. ഓക്കെ, ഈ ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 23 ക്രോമസോം, ഇതിനകത്ത് 23 ക്രോമസോം, ഇതിനകത്ത് 23 ക്രോമസോം, ഇതിനകത്തും 23 ക്രോമസോം. ഇതാണ് രണ്ടെണ്ണമായിട്ട് മാറിയത്, ഇതാണ് വേറെ രണ്ടെണ്ണമായിട്ട് മാറിയത് കേട്ടോ. അപ്പോൾ ഇവിടെ 4 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് ഉണ്ടായി. ഇനി നിങ്ങൾ ഇവിടുന്ന് ഈ 23 ക്രോമസോം ഉള്ളത് എങ്ങനെയാണ് 2 23 ക്രോമസോം ഉള്ള സെൽസ് ആയിട്ട് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിയോട്ടിക് ഡിവിഷൻ ഒന്നും കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതറിയില്ല എങ്കിൽ മിയോട്ടിക് ഡിവിഷനിൽ സാധാരണ ഫസ്റ്റ് മിയോസിസ് നടന്നാൽ ഉണ്ടാകുന്ന ഹാപ്ലോയിഡ് സെൽസിനകത്ത് സിസ്റ്റർ ക്രോമാറ്റിഡോട് കൂടിയ ക്രോമസോംസ് ആയിരിക്കും ഇരിക്കുന്നത്. അതായത് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് അതിനകത്ത് ഉള്ളതെങ്കിലും അതിനകത്ത് ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോമിന് എത്രമാത്രം DNA ഉണ്ടാവോ അത്രയും കണ്ടന്റ് DNA ഉണ്ടാവും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് ദ DNA ഡബിൾ ആയിരിക്കും ഈ പറയുന്ന സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ. ആ കോൺസെൻട്രേഷൻ ഓഫ് ദ DNA ഹാസ് ടു ബി റിഡ്യൂസ്ഡ് ടു ദ ഹാഫ്. എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് n നമ്പർ ഓഫ് ക്രോമസോം ഉള്ളിടത്ത് C കണ്ടന്റ് ഓഫ് DNA മതി. ഇവിടെ n നമ്പർ ഓഫ് ക്രോമസോം ഉള്ളിടത്ത് 2C കണ്ടന്റ് ഓഫ് DNA ഇരിക്കുന്നത്. ഇവിടെ n നമ്പർ ഓഫ് ക്രോമസോം ഉള്ളിടത്തും 2C കണ്ടന്റ് ഓഫ് DNA ഇരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ 2C എന്നുള്ള ആ ഡബിൾ കോൺസെൻട്രേഷൻ ഇരിക്കുന്നത് അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു പോയി കോൺസെൻട്രേഷൻ NC ആക്കി 2 സെൽ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതായി കാണുന്നത്. ഇത് രണ്ടെണ്ണമായിട്ട് മാറി, ഇത് രണ്ടെണ്ണമായിട്ട് മാറി. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ആ മിയോട്ടിക് ഡിവിഷൻ അറിയില്ലാത്തവർ സെൽ സൈക്കിള് ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ അറിയാവുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞത്, അറിയാത്തവർക്ക് മനസ്സിലാവില്ല ഞാൻ ഈ പറഞ്ഞത് വെച്ച്. അപ്പോൾ സെക്കൻഡ് മിയോസിസ് നടന്നിട്ട് 4 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് ആണ് ഉണ്ടാകുന്നത്. ഈ ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്ന ഗ്ലോബുലാർ സെൽസ് തന്നെയാണ് അല്ലേ. ഈ ഗ്ലോബുലാർ സെൽസിൽ ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ആണുള്ളത്. ഈ സ്പെർമാറ്റിഡ്സ് എന്ത് ചെയ്യുന്നറിയോ? സ്പെർമാറ്റോസോവയായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു പ്രോസസ്സിന് നമ്മൾ സ്പെർമിയോജനസിസ് എന്നാണ് പറയുന്നത്. സ്പെർമിയോജനസിസിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്പെർമാറ്റിഡ്സ് അണ്ടർഗോ ഡിഫറൻഷിയേഷൻ. സ്പെർമാറ്റിഡ്സിന് പല ഭാഗങ്ങളും ഡിഫറൻഷിയേറ്റ് ചെയ്തു വരും. ഈ ഡിഫറൻഷിയേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്പെർമാറ്റോസോവ എന്നൊരു സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ ഈ ഒരു ഗ്ലോബുലാർ സെല്ലാണ് അതിൻ്റെ ഹെഡായിട്ടും അതിൻ്റെ മിഡിൽ പീസായിട്ടും അതിൻ്റെ ടെയിലായിട്ടും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് കണ്ടോ. അപ്പം ഹെഡും മിഡിൽ പീസും ടെയിലും ഒക്കെ ഉള്ളൊരു സ്ട്രക്ചർ ഉണ്ടായത് എവിടെ നിന്നാണ്? അതിൻ്റെ ഹെഡും നെക്കും മിഡിൽ പീസും ടെയിലും ഒക്കെ ഉള്ള സ്ട്രക്ചർ ഉണ്ടായത് എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ്. അപ്പം ഈ ഒരു ഡിഫറൻഷിയേഷൻ പ്രോസസ്സ് വഴി എന്തുണ്ടായി? 4 സ്പെർമാറ്റോസോവ ഉണ്ടായി. ഈ സ്പെർമാറ്റോസോവ ഉണ്ടാവുന്ന പ്രോസസ്സിനെ, അതായത് സ്പെർമാറ്റിഡിൽ നിന്ന് സ്പെർമാറ്റോസോവയായി മാറുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത്. സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത് കണ്ടോ. ഇവിടെ വന്നിട്ട് സ്പെർമാറ്റോഗോണിയൽ സെൽസ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറി. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് സ്പെർമാറ്റിഡ് ആയിട്ട് മാറി. ഇതായി കാണുന്നതാണ് സ്പെർമാറ്റിഡ് എന്ന് പറയുന്നത്. ഈ സ്പെർമാറ്റിഡ് വീണ്ടും സ്പെർമാറ്റോസോവയായിട്ട് മാറി. ഇതല്ല കേട്ടോ സ്പെർമാറ്റിഡ് എന്ന് പറയുന്നത്, ഇതാണെന്ന് കൂട്ടിക്കോ.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഹെഡും നെക്കും ടെയിലും ഒന്നും ഉണ്ടാവില്ല. സ്പെർമാറ്റിഡിന് ഹെഡും നെക്കും ടെയിലും ഒന്നും ഉണ്ടാവില്ല. ഇത് സ്പെർമാറ്റോസോവയാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തുനിന്ന് സ്പെർമാറ്റോസോവ ഡിഫറൻഷിയേറ്റ് ചെയ്ത ഹെഡും നെക്കും മിഡിൽ പീസും ടെയിലും ഉള്ള സ്പെർമാറ്റോസോവയായിട്ട് മാറി. ആ ഒരു പ്രോസസ്സിന് നമ്മൾ സ്പെർമിയേഷൻ എന്നാണ് പറയുക. അപ്പോൾ സ്പെർമാറ്റോജെനസിസിന് സ്പെർമാറ്റോഗോണിയൽ സെൽസ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്ന്, അല്ലെങ്കിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറി, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് സ്പെർമാറ്റിഡ് ആയിട്ട് മാറി, സ്പെർമാറ്റിഡ് ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ സ്പെർമിയോജെനസിസ് നടന്നിട്ട് സ്പെർമാറ്റോസോവ ആയിട്ട് മാറി. ഓക്കെ, സ്പെർമാറ്റോസോവയ്ക്ക് ഹെഡും നെക്കും മിഡിൽ പീസും ടെയിലും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി ഈ സ്പെർമാറ്റോസോവ ദാറ്റ് വിൽ ബി എംബഡഡ് ഇൻ ദ സെർട്ടോളി സെൽസ്. അത് സെർട്ടോളി സെൽസിന്റെ ഉള്ളിലേക്ക് ചെയ്തിട്ടായിരിക്കും കാണുക. കാരണം എന്താ, നമുക്കറിയാം സെമിനിഫറസ് ട്യൂബ്യൂളിലെ സ്പെർമാറ്റോഗോണിയൽ സെൽസിനെ കൂടാതെ പിന്നെ അതിനകത്ത് എന്തുണ്ട്, സെർട്ടോളി സെൽസും ഉണ്ട്. അപ്പൊ ഈ സെർട്ടോളി സെൽസിന്റെ ഉള്ളിലേക്ക് കയറിയായിരിക്കും എന്തിരിക്കുന്നത്, സ്പെർമാറ്റോസോവാസ് ഇരിക്കുന്നത്. ഈ സ്പെർമാറ്റോസോവ ഇതിൽ നിന്ന് വിട്ടുപോണം. This has to be released from the Sertoli cells. അത് റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ സ്പെർമിയേഷൻ പ്രോസസ് എന്നാണ് പറയുന്നത്. ഇത് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ സ്പെർമിയേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ സ്പെർമിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇത് സ്പെർമാറ്റിഡ് ആയിട്ട് കാണിച്ചു തന്നു. ഇത് സ്പെർമാറ്റിഡ് ആയിട്ട് എടുക്കേണ്ടത്, ഇത് സ്പെർമാറ്റിഡ് ആയിട്ട് കൺസിഡർ ചെയ്തോ. അതെന്നല്ല, കാരണം എന്താ അറിയോ, ഇത് എന്താണ് സെർട്ടോളി സെൽസ് ആണെന്ന് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരണ്ട. ഇതാണ് സ്പെർമാറ്റിഡ് അണ്ടർഗോ ഡിഫറൻഷിയേഷൻ ടു ഫോം ദ സ്പെർമാറ്റോസോവ. അപ്പൊ ഇവിടെ കാണിച്ചേക്കുന്ന നീല കളറിലെ ഹെഡാണ് സ്പെർമാറ്റിഡ് ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കാണുന്ന സെല്ല് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്പെർമാറ്റോസോവ വന്നിട്ട് സെർട്ടോളി സെൽസിൽ നിന്ന് റിലീസ് ചെയ്ത് പോരുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമിയേഷൻ കേട്ടോ. അപ്പൊ സ്പെർമാറ്റോജെനസിസിൽ നമ്മൾ മിയോട്ടിക് ഡിവിഷനും കണ്ടു, സ്പെർമിയോജെനസിസും കണ്ടു, സ്പെർമിയേഷനും കണ്ടു. സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു സ്പെർമാറ്റോഗോണിയെന്ന് സ്പേം ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ്. അതിൻ്റെ അകത്ത് കാണുന്നതാണ് ഫസ്റ്റ് മിയോസിസും സെക്കൻഡ് മിയോസിസും, സ്പെർമിയോജെനസിസ് അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ പ്രോസസ്, സ്പെർമിയേഷൻ പ്രോസസ് അല്ലെങ്കിൽ റിലീസിംഗ് ഓഫ് ദ ഓവം. സോ ഹിയർ ഓവം പോയിട്ട് സ്പെർം. സി ഹിയർ ദ സ്പെർം ഇറ്റ് വിൽ ബി റിലീസ്ഡ് ബൈ എ പ്രോസസ് കോൾഡ് ആസ് സ്പെർമിയേഷൻ വഴി ഇത് സെർട്ടോളി സെൽസിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് സ്പേം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ സ്പെർമിയേഷൻ എന്ന പ്രോസസ്സും ഇവിടെ വരുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. ദ പ്രൈമറി സെക്സ് ഓർഗൻ, the testes in the male and the ovaries in female produce gametes, that is sperm and ovum respectively, by the process called gametogenesis. In testes, the immature male germ cells or spermatogonia produces sperms by spermatogenesis that begins at puberty. Spermatogonia, that is singular is spermatogonium, present on inside wall of the seminiferous tubules multiply by mitotic division and increase in numbers. Each spermatogonium is diploid and contain 46 chromosomes. Some of the spermatogonia called primary spermatocyte periodically undergo meiosis. A primary spermatocyte complete the first meiotic division or reduction division leading to formation of two equal haploid cells called as secondary spermatocyte which have only 23 chromosomes each. The secondary spermatocyte undergoes second meiotic division to produce 4 equal haploid spermatid. What would be the number of chromosomes in the spermatid? 23 chromosomes. The spermatids are transformed into spermatozoa or sperms by the process called as spermiogenesis. After spermiogenesis, sperm head become embedded in the Sertoli cells and are finally released from the seminiferous tubule by the process called spermiation. ഇനി നമുക്ക് സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാന്ന് നോക്കാം. സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ് ദ ഏജ് ഓഫ് പ്യൂബർട്ടി, അതായത് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണിന്റെ ഇൻക്രീസ് ഉണ്ടാവുമ്പോൾ അത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് സ്പെർമാറ്റോജെനസിസ് നടക്കുന്നത്. അത് സാധാരണ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴാണ്, അതായത് ഒരു 13-14 വയസ്സൊക്കെ ആവുമ്പോഴാണ് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നത് സാധാരണയായിട്ട്. ദിസ് ക്യാൻ വേരി. ഓക്കെ, ഇതിങ്ങനെ കോൺസ്റ്റന്റ് ആവണം എന്നൊന്നും പറയുന്നില്ല, എല്ലാവരിലും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷെ ആ ഒരു ടൈം ഡ്യൂറേഷനിലാണ് സാധാരണയായിട്ട് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യാറുള്ളത്.
കേട്ടോ. ഈ ഗുണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ഒരു ഹൈപ്പോതലാമിക് ഹോർമോൺ ആണ്. ഈ ഗുണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്തിട്ട് അത് ആന്റീരിയർ പിറ്റ്യൂട്ടറിന്ന് 2 ഗുണാഡോട്രോപ്പിൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ആന്റീരിയർ പിറ്റ്യൂട്ടറിന്ന് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഗൊണാഡോട്രോപ്പിൻസ് ആണ് ലൂട്ടിനൈസിംഗ് ഹോർമോണും ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. ലൂട്ടിനൈസിംഗ് ഹോർമോൺ വന്നിട്ട് ലെയ്ഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് പറയുന്നത് എവിടെയാ? സെമിനിഫെറസ് ട്യൂബ്യൂളിന്റെ പുറത്തുകൂടെ, സെമിനിഫെറസ് ട്യൂബ്യൂളിന്റെ ഇടയ്ക്ക് കൂടെ, അതായത് 2-3 സെമിനിഫെറസ് ട്യൂബ്യൂൾ ഉണ്ടല്ലോ ഒരു ടെസ്റ്റിക്കുലാർ ലോബ്യൂളിന്റെ ഉള്ളില്, ആ സെമിനിഫെറസ് ട്യൂബ്യൂളിന്റെ ഇടയിൽ കൂടെ കാണുന്ന സെൽസ് ആണ് എന്ത് സെൽസ്? ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ആ ഒരു സ്പേസിന് നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാ പറയാം. ആ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണുന്ന സെൽസ് ആണ് ലെയ്ഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഇന്റർസ്റ്റീഷ്യൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഹോർമോൺ ആണ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ. ലൂട്ടിനൈസിംഗ് ഹോർമോൺ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ luteinizing hormone will stimulate the interstitial cells. Interstitial cells are also called as Leydig cells. Interstitial cells ne luteinizing hormone stimulate ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് ഈ ഹോർമോണിനെ നമുക്ക് interstitial cell stimulating hormone എന്നും പറയാം. interstitial cell stimulating hormone എന്ന് luteinizing hormone പറയാനുള്ള കാരണം interstitial സെൽസിനെ അല്ലെങ്കിൽ ലെയ്ഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവിടുന്ന് ആൻഡ്രോജന്റെ സെക്രീഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഈ ആൻഡ്രോജൻ ആണ് സ്പെർമാറ്റോജനസിസ് എന്ന പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ആൻഡ്രോജൻ എന്ത് ചെയ്യും? സ്പെർമാറ്റോജനസിസ് എന്ന പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതായത് ഒരു ഹ്യൂമൻ മെയിൽ പ്യൂബർട്ടി അറ്റൈൻ ചെയ്തു കഴിഞ്ഞാൽ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ഹൈപ്പോതലാമസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യും. ആ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ ഗൊണാഡോട്രോപ്പിൻസിനെ സെക്രീറ്റ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്ന ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടിനൈസിംഗ് ഹോർമോണുമാണ്. ലൂട്ടിനൈസിംഗ് ഹോർമോൺ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സെമിനിഫെറസ് ട്യൂബ്യൂളിന്റെ ഇടയിൽ കൂടെ ഇരിക്കുന്ന, സെമിനിഫെറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിലല്ല ഇടയിൽ കൂടെ ഇരിക്കുന്ന ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലിരിക്കുന്ന ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലെയ്ഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുകയും അവിടുന്ന് ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യാണ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലൂട്ടിനൈസിംഗ് ഹോർമോണിനെ ഇന്റർസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നും പറയാം. ഈ ആൻഡ്രോജനാണ് സ്പെർമാറ്റോജനസിസ് എന്ന പ്രോസസ്സിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. ഈ ആൻഡ്രോജനാണ് സ്പെർമാറ്റോഗോണിയയുടെ മൈറ്റോട്ടിക് ഡിവിഷൻ മുതൽ സ്പെർമാറ്റോഗോണിയൽ സെൽസ് പ്രൈമറി സ്പെർമാറ്റോഗോണിയൽ സെൽസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നതും പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നതും പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നതും സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് സ്പെർമാറ്റിഡ് ആയിട്ട് മാറുന്നതും സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവി ആയിട്ട് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഈ പറയുന്ന ആൻഡ്രോജൻ. ഇനി FSHന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ FSH സെർട്ടോളി സെൽസിൽ ആക്ട് ചെയ്യുകയും സെർട്ടോളി സെൽസിനെ ചില ഫാക്ടേഴ്സിന്റെ സെക്രീഷന് വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുകയും ചെയ്യും. ഈ ചില ഫാക്ടേഴ്സ് സെർട്ടോളി സെൽസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് അത് സ്പെർമിയോജനസിസ് അല്ലെങ്കിൽ സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവയായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഗ്ലോബുലാർ സ്പെർമാറ്റിഡ് ഈ ഒരു സ്ട്രക്ചറായിട്ട് മാറുന്ന പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സിനെ സെക്രീറ്റ് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? FSH ആണ്. സെക്രീറ്റ് ചെയ്യുന്നതോ സെർട്ടോളി സെൽസ് ആണ്. അപ്പൊ FSH സെർട്ടോളി സെൽസിൽ ആക്ട് ചെയ്യും. സെർട്ടോളി സെൽസ് ചില ഫാക്ടേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും സെർട്ടോളി സെൽസിൽ നിന്ന് ചില ഫാക്ടേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും അത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആ ഫാക്ടേഴ്സ് വന്നിട്ട് സ്പെർമിയോജനസിസ് അല്ലെങ്കിൽ സ്പേം ഫോർമേഷൻ ഫ്രം ദ സ്പെർമാറ്റിഡിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇനി നമ്മൾ ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് അടുത്ത പാരഗ്രാഫ് നോക്കാം. ഓക്കെ, സീ ഹിയർ. Spermatogenesis starts at the age of puberty due to significant increase in the secretion of gonadotropin releasing hormone GnRH. This, if you recall, is a hypothalamic hormone. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷനിലെ 11th സ്റ്റാൻഡേർഡിൽ. The increased level of gonadotropin releasing hormone then act at the anterior pituitary gland and stimulate the secretion of 2 gonadotropins, that is luteinizing hormone and follicle stimulating hormone.
hormone. Luteinizing hormone act at the Leydig cells and stimulate synthesis and secretion of androgens. Androgens in turn stimulate the process of spermatogenesis. FSH act on the Sertoli cells and stimulate secretion of some factors which help in the process of spermiogenesis. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഓഫ് സ്പേം എന്ന് പറയുന്നത്. സ്പേമിന്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ആണ്, ഇതൊരു മോട്ടൈൽ സ്ട്രക്ചർ ആണ്, മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ആണ്. അതിനൊരു ഹെഡ് ഉണ്ട്, നെക്ക് ഉണ്ട്, മിഡിൽ പീസ് ഉണ്ട്, അതുപോലെ തന്നെ ടെയിലും ഉണ്ട്. സീ ഹിയർ, ദിസ് ഈസ് ദ ഹെഡ് റീജിയൻ, ദിസ് ഈസ് ദ നെക്ക് റീജിയൻ, ദിസ് ഈസ് ദ മിഡിൽ പീസ് ആൻഡ് ദിസ് ഈസ് എ ടെയിൽ ഓഫ് ഇറ്റ്. പ്ലാസ്മ മെംബ്രെയിൻ എൻവലപ്പ്, പ്ലാസ്മ മെംബ്രെയിൻ ആണ് ആ സ്പേമിന്റെ ബോഡീനെ കംപ്ലീറ്റ് കവർ ചെയ്തേക്കുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ ആണ് സ്പേമിന്റെ ബോഡീനെ എൻവലപ്പ് ചെയ്തേക്കുന്നത്. സ്പേം ഹെഡിൽ ഒരു എലോങ്ങേറ്റഡ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് ഈ സ്പേമിന്റെ ന്യൂക്ലിയസ് ഇരിക്കുന്നത്. സ്പേമിന്റെ ന്യൂക്ലിയസ് ഇരിക്കുന്നത് ഈ ഹെഡ് റീജിയനിലാണ്. ആന്റീരിയർ പോർഷൻ ഓഫ് ദ ഹെഡ്, ഇതിന്റെ ആന്റീരിയർ പോർഷൻ അതായത് മുൻഭാഗത്ത് വി ക്യാൻ സി ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അത് ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ആന്റീരിയർ പോർഷനെ കവർ ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ ക്യാപ് ലൈക്ക് സ്ട്രക്ചറിന് നമ്മൾ എക്രോസോം എന്നാണ് പറയാ. ഈ എക്രോസോമിനകത്ത് കുറേ എൻസൈം ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് ഓവത്തിന്റെ ഫെർട്ടിലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന എക്രോസോമിൽ ഫില്ല് ചെയ്തേക്കുന്ന എൻസൈംസ് എന്ന് പറയുന്ന ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആണ്. ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആണ്. ഈ ഹൈഡ്രോലൈറ്റിക് എൻസൈംസിൽ വരുന്നതാണ് എക്രോസിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാവും. അതേപോലെ തന്നെ ഹൈലൂറിനിഡേസ് എന്നൊക്കെ പറയുന്ന എൻസൈം ഉണ്ടാവും കേട്ടോ. ഹൈലൂറിനിഡേസ് എന്ന എൻസൈം ഉണ്ടാവും. ഇത് ഫെർട്ടിലൈസേഷന് സഹായിക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ സ്പേം പോയിട്ട് ഓവത്തിനെ ഹിറ്റ് ചെയ്യുമ്പോൾ ഓവത്തിന് കുറെ കവേഴ്സ് ഉണ്ട്. ഏറ്റവും പുറത്തെ കവർ കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന ഒരു കവർ ഉണ്ട്. അതേപോലെ സോണ പെല്ലുസിഡ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ തുളച്ചിട്ട് വേണം സ്പേമിന് ഓവത്തിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്പേമിന് ഈ ഓവത്തിന്റെ ഔട്ടർ കവറിംഗ് ആയിട്ടുള്ള കൊറോണ റേഡിയേറ്റയും സോണ പെല്ലുസിഡയും ഒക്കെ ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചില എൻസൈംസ് വേണം. ആ എൻസൈം ഇരിക്കുന്ന എവിടെയാണ്? ഈ എക്രോസോമിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് അത് ഹൈഡ്രോലൈറ്റിക് എൻസൈം എന്ന് പറയുന്നത്. ഹൈഡ്രോലൈസിസ് നടത്താൻ കഴിവുള്ള എൻസൈമാണ് ഹൈഡ്രോലൈറ്റിക് എൻസൈം. ഇവിടെ ഹൈഡ്രോലൈസിസ് നടത്തുന്ന എവിടെയാണ്? ഓവത്തിന്റെ ഔട്ടർ കവറിംഗ് ആണ് പൊട്ടിച്ചു കളയുന്നത്. അതിനകത്ത് കാണുന്ന എൻസൈംസ് ആണ് എക്രോസിൻ, അതേപോലെ ഹൈലൂറിനിഡേസ്, ഈ തരത്തിലുള്ള എൻസൈംസ് ഒക്കെ കേട്ടോ. ഈ എക്രോസോം ഫില്ല് ചെയ്തിട്ട് ചില എൻസൈംസ് ഉണ്ട്. അത് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ, ഓവത്തിന്റെ ഉള്ളിൽ കയറണം ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ സ്പേമിന്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന എക്രോസോമിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആണ്. ഇനി ഇതിന്റെ മിഡിൽ പീസ് എന്ന് പറയുന്നത് കുറെ മൈറ്റോകോൺട്രിയകളുള്ളതാണ് അതിന്റെ മിഡിൽ പീസ്. അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? സ്പേമിന്റെ മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എനർജി. സ്പേം മൊട്ടൈൽ ആവാനുള്ള കാരണം ഇത് മൂവ്മെന്റ് ഓഫ് ദ ടെയിൽ ആണ് കേട്ടോ. ഈ ടെയിലിന്റെ മൂവ്മെന്റ് കൊണ്ടാണ് സ്പേം മോട്ടൈലായി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്പേം മൊട്ടൈലായിരിക്കണം. കാരണം എന്താണ്, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ വജൈനയിലാണ് ജസ്റ്റ് ഇത് റിലീസ് ചെയ്യുന്നത്. ഈ വജൈനയിൽ നിന്ന് ഈ സ്പേം സ്വിം ചെയ്ത് സെർവിക്കൽ കനാൽ വഴി, അത് യൂട്രസ് വഴി, ഒവിഡക്റ്റ് വഴി എവിടെ എത്തണം? ആംപ്യുലറി ഇസ്മിക് ജംഗ്ഷൻ വഴി വരെ എത്തണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന് നീന്തി വേണം പോവാനായിട്ട്. ഇത് സ്വിം ചെയ്താണ് പോകുന്നത്. അതിന്റെ മോട്ടിലിറ്റിക്ക് എനർജി വേണം. ആ മോട്ടിലിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ടെയിലാണ് കേട്ടോ. വിച്ച് പ്രൊഡ്യൂസ് എനർജി ഫോർ ദ മൂവ്മെന്റ് ഓഫ് ടെയിൽ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് sperm motility essential for fertilization. Fertilization is sperm motility essential ആണ് കേട്ടോ. അതേപോലെ ഹ്യൂമൻ മെയിൽ ഒരു ഇജാക്കുലേഷനിൽ, ഒരൊറ്റ ഇജാക്കുലേഷനിൽ 200 to 300 മില്യൺ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര! 1 മില്യൺ എന്ന് പറയുന്ന 10 ലക്ഷമാണ്. അപ്പൊ 200 to 300 മില്യൺ സ്പേംസ് ഒരു കോയിറ്റസിൽ മെയില് ഇജാക്കുലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ എമൗണ്ട്. അത് നോർമൽ ഫെർട്ടിലേക്ക് അത് റിക്വയർഡ് ആണ്. അത്രയും എമൗണ്ട് ഓഫ് സ്പേം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരെണ്ണം പോയിട്ട് ഒവായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അത്രയും സ്പേം കൗണ്ട് വേണം കേട്ടോ. അതിനകത്ത് തന്നെ ഈ 200 to 300 മില്യൺ സ്പേംസ് ആ സെമന്റെ ഉള്ളിൽ ഇരിക്കുന്നതോടൊപ്പം തന്നെ അതിന് 60% സ്പേമിനും നോർമൽ ഷേപ്പും സൈസും ഉണ്ടായിരിക്കണം. നോർമൽ സൈസും ഷേപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ ഹെഡും മിഡിൽ പീസും ടെയിലും ഒക്കെ ഉണ്ടായിരിക്കണം. അതല്ലാതെ
സ്പെർമാറ്റിഡായിട്ട് ഗ്ലോബുലാർ ഷേപ്പിൽ ഇരുന്നാൽ പറ്റില്ല. അതുകൊണ്ട് ഈ 200 മുതൽ 300 മില്യൺ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അറ്റ്ലീസ്റ്റ് 60% സ്പേമിലെങ്കിലും പ്രോപ്പർ ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ സ്പേംസ് ഒരുപാട് റിലീസ് ചെയ്യുന്ന അങ്ങോട്ട് പറയുമ്പോൾ എല്ലാം ഒന്ന് പ്രോപ്പർ ഷേപ്പ് ഉള്ളതോ പ്രോപ്പർ സൈസ് ഉള്ളതോ ആയിരിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അതിനൊരു 60% പ്രോപ്പർ സൈസും ഷേപ്പും ഉള്ളതാണെങ്കിൽ മാത്രമാണ് നോർമൽ ഫെർട്ടിലിറ്റി ഉണ്ടാവുള്ളൂ. അതേപോലെ 40% ഓഫ് ദ സ്പേം മസ്റ്റ് ഷോ വിഗറസ് മോട്ടിലിറ്റി. 40% സ്പേമിന് വിഗറസ് മോട്ടിലിറ്റി ഉണ്ടാണ്, അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് അത് മൂവ് ചെയ്യുകയും ചെയ്യണം. 40% ഓഫ് ദ സ്പേം വിഗറസ് മോട്ടിലിറ്റി കാണിക്കും എന്നാൽ മാത്രമാണ്, അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്വിം ചെയ്ത് ഓവത്തിന്റെ അടുത്തേക്ക് എത്തണം. അതാണ് നമ്മൾ ഈ സെമനൊക്കെ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പേംസ് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിലാണ് നോർമൽ ഫെർട്ടിലിറ്റി നടക്കുള്ളൂ. സോ വിൽ ജസ്റ്റ് സ്റ്റഡി ദിസ് വൺ. ലെറ്റ് us examine the structure of a sperm. It is a microscopic structure composed of a head, neck, a middle piece and a tail. A plasma membrane envelops the whole body of sperm. The sperm head contains an elongated haploid nucleus, the anterior portion of which is covered by a cap-like structure called acrosome. The acrosome is filled with enzymes that help in fertilization of the ovum. The middle piece possesses numerous mitochondria which produce energy for the movement of tail that facilitate the sperm motility essential for fertilization. The human male ejaculate about 200 to 300 million sperms during a coitus, of which for normal fertility at least the human male ejaculate about 200 to 300 million sperms during a coitus, of which for normal fertility at least 60% sperm must have normal shape and size, and at least 40% of the sperm must show vigorous motility. Okay. ഇനി നമ്മൾ ഈ സ്പേംസ് സെമിനിഫറസ് ട്യൂബ്യൂളിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏതിൽ കൂടെ വരിക? റെറ്റിടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്, ഇതിൽ കൂടിയൊക്കെ പാസ് ചെയ്തിട്ടാണ് ഇജാക്കുലേറ്ററി ഡക്റ്റിലെത്തുന്നത്. ഇജാക്കുലേറ്ററി ഡക്റ്റിൽ നിന്ന് അത് മെംബ്രേനിയസ് യൂറിത്രയിലേക്ക് വരും, മെംബ്രേനിയസ് യൂറിത്രയിൽ നിന്ന് അത് പീനൽ യൂറിത്രയിലേക്ക് വരും, എന്നിട്ടാണ് അത് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആക്സസറി ഡക്റ്റ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്പേമിന് ഫസ്റ്റ് സെക്രീഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇത് ചുമ്മാ സ്പേം ആയിട്ട് തന്നെയാണ് വരുന്നത്. അതായത് ഒരു എന്താ പറയുക, ഒരു ഹെഡും നെക്കും മിഡിൽ പീസും ടെയിലും ഒക്കെ ഉള്ള സ്പേം അങ്ങനെയാണ് വരിക. അതിനകത്ത് ഒരു മീഡിയം ഒന്നുമില്ല കേട്ടോ. അത് എപ്പിഡിഡൈമിസിൽ എത്തുമ്പോൾ എപ്പിഡിഡൈമിസിന് ചെറിയൊരു സെക്രീഷൻ ഉണ്ടാവും. ആ സെക്രീഷനോട് കൂടി അത് വാസ് ഡിഫറൻസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ റെറ്റിടെസ്റ്റിലും വാസോഫറൻഷ്യയിലും പ്രത്യേകിച്ച് സെക്രീഷൻസ് ഒന്നുമില്ല. എപ്പിഡിഡൈമിസിൽ നിന്നും വാസ് ഡിഫറൻസിൽ നിന്നും അത് സെക്രീഷൻ റിസീവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സെക്രീഷൻസ് വളരെ കുറവാണ്, ജസ്റ്റ് ഒരു മീഡിയം, അതിനിങ്ങനെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം, അത്രേ മാത്രമേ ഉള്ളൂ. ഇനി സെമിനൽ വെസിക്കിളും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സെമിനൽ പ്ലാസ്മേനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. സെമിനൽ വെസിക്കിളിൽ നിന്നും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നുമാണ് അത് സ്പേം മെച്ചുർ ആവാനും മോട്ടിലിറ്റി ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും, അതായത് ഫ്രക്ടോസ്, കാൽഷ്യം, ചില എൻസൈംസ്, ഇതൊക്കെ റിസീവ് ചെയ്യുന്നത് ഈ പറയുന്ന ആക്സസറി ഗ്ലാൻഡ്സ് ആയിട്ടുള്ള സെമിനൽ വെസിക്കിളും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നൊക്കെയാണ്. അപ്പോൾ എപ്പിഡിഡൈമിസിൽ നിന്നും വാസ് ഡിഫറൻസിൽ നിന്നും സെക്രീഷൻസ് ഉണ്ട്, അവിടെ സ്പേം റിമെയിൻ ചെയ്യുന്നുണ്ട്. ആ സ്പേം വന്നിട്ട് ആ വാസ് ഡിഫറൻസിന്റെ അറ്റത്തേക്ക് എത്തി ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും സെമിനൽ വെസിക്കിളിൽ നിന്ന് ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് അതിൻ്റെ സെക്രീഷൻസ് റിസീവ് ചെയ്യുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നും അതേപോലെ തന്നെ അതിൻ്റെ സെക്രീഷൻ റിസീവ് ചെയ്യുന്നുണ്ട്. ഈ സെക്രീഷൻ എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് സെമിനൽ പ്ലാസ്മ എന്നാണ് പറയുന്നത്. ആ സെക്രീഷൻ എല്ലാം കൂടെ കൂടിയിട്ട് സെമിനൽ പ്ലാസ്മ എന്ന് പറയാം. അതായത് എപ്പിഡിഡൈമിസിന്റെയും വാസ് ഡിഫറൻസിന്റെയും അതേപോലെ തന്നെ സെമിനൽ വെസിക്കിളിന്റെയും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെയും ബൾബോയൂറിത്രൽ ഗ്ലാൻഡിന്റെയും എല്ലാത്തിന്റെയും കൂടെ സെക്രീഷൻ നമ്മൾ സെമിനൽ പ്ലാസ്മ എന്നാണ് പറയാം. ഈ സെമിനൽ പ്ലാസ്മയിൽ ആ സ്പേമിന്റെ മോട്ടിലിറ്റിക്ക് വേണ്ട ഫാക്ടേഴ്സ് ഉണ്ടാവും, അതിന്റെ ന്യൂട്രിയൻസ് ഉണ്ടാവും, അതിന്റെ ചില എൻസൈംസ് ഉണ്ടാവും, ചില ഹോർമോൺസ് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന സെമിനൽ പ്ലാസ്മയിൽ കാണാൻ പറ്റും. സ്പേമും സെമിനൽ പ്ലാസ്മയും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അത് രണ്ടും കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അതിന് നമ്മൾ സെമൻ എന്നാണ് പറയുക. സെമിനൽ പ്ലാസ്മ എലോങ് വിത്ത് ദ സ്പേം ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സെമൻ. ഓക്കെ,
ഇനി ഈ മെയിൽ ആക്സസറി ഡക്റ്റിന്റെയും ഗ്ലാൻസിന്റെയും ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് ആണ് കേട്ടോ. ആൻഡ്രോജന്റെ വേറൊരു ഫംഗ്ഷൻ ആണിത്. സ്പെർമാറ്റോജനസിസിനെ കൂടാതെ ആൻഡ്രോജൻ ദാറ്റ് വിൽ മെയിൻറ്റെയിൻ ദ ഫംഗ്ഷൻ ഓഫ് മെയിൽ സെക്സ് ആക്സസറി ഡക്റ്റ് ആൻഡ് ഗ്ലാൻസ്. ഓക്കെ, ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഫംഗ്ഷനും ആൻഡ്രോജൻ ചെയ്യുന്നുണ്ട്. സോ വിൽ റീഡ് ദിസ് പാരഗ്രാഫ്. സ്പേംസ് റിലീസ്ഡ് ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ആർ ട്രാൻസ്പോർട്ടഡ് ബൈ ദ ആക്സസറി ഡക്റ്റ്. സെക്രീഷൻ ഓഫ് എപ്പിഡിഡൈമിസ്, vas deferens, seminal vesicle and prostate are essential for maturation and motility of sperms. The seminal plasma along with the sperm constitute the semen. The functions of the male sex accessory duct and glands are maintained by the testicular hormones, that is androgens. Okay, അപ്പോൾ നമ്മൾ ഈ സെഷനിൽ പഠിച്ചത് സ്പെർമാറ്റോജനസിസ് ആണ്. ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് oogenesis പഠിക്കാം കേട്ടോ.